വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് കോടതിന് വേളെ. പറയാൻ കിട്ടുന്നില്ല, എന്തും DNA തെളിവിന് പോലും കോടതി വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് പറഞ്ഞു. തികച്ചും ദൗർഭാഗ്യകരമായ വിധിയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. 2-3 പ്രതികൾക്കെതിരെയും അനേകം തെളിവുകൾ, 27 റിക്കവറി ബ്ലഡ്, അതുപോലെ തന്നെ റിയാസ് മൗലവി എന്നാൽ കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ ബ്ലഡ്, അത് 1-ാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും ഉണ്ടായത് അതെങ്ങനെ വന്നു എന്ന് പോലും പ്രതിഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു കേസാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇതുപോലൊരു വിധി എന്ന് പറഞ്ഞാൽ തികച്ചും ദൗർഭാഗ്യം. കോടതി വിധി നിരാശാജനകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. RSSുമായുള്ള രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസ് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്ന് സംശയമുള്ളതായും PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് പ്രതികളുമായി ഒത്തുകളിച്ചു എന്നുവരെ ആരോപണമുണ്ട്. എന്നാൽ കേസിലെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും റിയാസ് മൗലവിയുടെ കുടുംബത്തിന് CPIM പിന്തുണ നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത്. ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിൻ്റെ അകത്ത് അതിൽ കാര്യമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ. സാക്ഷികളാരും കൂറുമാറിയിട്ടില്ലല്ലോ. ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം. റിയാസ് മൗലവി വധക്കേസിൽ വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കേസിൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, ഇതിലൊരു ഒത്തുകളി നടന്നു, പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു എന്നുള്ള വിമർശനം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആ വിധിപ്പകർപ്പ് പുറത്തു വരുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുണ്ട്. നിലവാരമില്ലാത്ത രീതിയിലാണ് ഈ അന്വേഷണം നടന്നത്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഏകപക്ഷീയമായ സ്വഭാവം ഇതിൻ്റെ അന്വേഷണത്തിനുണ്ടായിരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ വിധിപ്പകർപ്പിൽ കാണാം. എന്താണ് വിശദാംശങ്ങൾ അരുൺ പാറക്കൽ? റിജിത്ത്, വിധിപ്പകർപ്പ് അല്പസമയം മുൻപാണ് ലഭ്യമായത്. അതിൽ പറയുന്നത് പോലെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ തന്നെ പ്രോസിക്യൂഷനും പോലീസിനും ഒരു വീഴ്ച പറ്റി എന്ന് വിധിപ്പകർപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റി. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് പ്രധാനമായും പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇത് തെളിയിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിനോ പോലീസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ RSS ബന്ധം, പ്രതികളുടെ RSS ബന്ധം പ്രോസിക്യൂഷനും പോലീസും ആരോപിച്ചിരുന്നു. പക്ഷേ ഇതിലും ഒരു വ്യക്തത അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ കോടതിയിൽ ഹാജരാക്കാൻ, അല്ലെങ്കിൽ കോടതിയിൽ ഒരു വ്യക്തതയുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വിധിപ്പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കോടതി ഉത്തരവിൽ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം ഏകപക്ഷീയമായും നിലവാരമില്ലാത്തതുമായ അന്വേഷണം നടന്നു. റിയാസ് മൗലവിയുടെ റൂമിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണും സിം കാർഡുകളും ഒന്നും കൃത്യമായി പരിശോധിച്ചില്ല. ഈ സാമഗ്രികൾ, അതിന്റെ വിശദാംശങ്ങൾ എടുക്കുന്നതിൽ ഈ പ്രോസിക്യൂഷനോ അന്വേഷണ സംഘവും പരാജയപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഇത് സംശയാസ്പദമാണ് എന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. മരണത്തിന് മുൻപ് റിയാസ് മൗലവി ആരെയൊക്കെ വിളിച്ചു എന്നത് കണ്ടെത്താൻ ഇതോടുകൂടി സാധിച്ചില്ല എന്നും പറയുന്നുണ്ട്. DNA പരിശോധനയാണ് പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് DNA പരിശോധന കൃത്യമായിരുന്നു. ഈ മുണ്ടിലെയും ഷർട്ടിലെയും രക്തക്കറ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞതാണ്. ഐ വിറ്റ്നസിനേക്കാളും
അധികം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഈ DNA പരിശോധന. പക്ഷേ കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ പകർപ്പിൽ പറയുന്നത് ഒന്നാം പ്രതിയുടേതെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന മുണ്ട്, ഷർട്ട് എന്നിവ പ്രതിയുടെ DNA-യുമായി പരിശോധന നടത്തിയില്ല എന്ന് കോടതി വിധി പകർപ്പിൽ പറയുന്നു. DNA പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇത് ഒന്നാം പ്രതി തന്നെ ഉപയോഗിച്ചതാണോ എന്ന് കൃത്യമായി കണ്ടെത്താമായിരുന്നു എന്നും കോടതി പറയുന്നുണ്ട്. എന്തായാലും പരിശോധന നടത്തിയില്ല എന്നാണ് കോടതിയുടെ ഒരു വിധി പകർപ്പിൽ പറയുന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വീഴ്ച പറ്റി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വിധി പകർപ്പ് പുറത്തു വന്നപ്പോഴുള്ള കാര്യങ്ങൾ. എന്തായാലും റിജിത്ത്, നമുക്കൊപ്പം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടി ചേരുകയാണ്. ഇപ്പോൾ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിരുന്ന രീതിയിലാണ് വിധി പകർപ്പ്. വിധി തികച്ചും ഒരു നിഷ്പക്ഷമായ വിധി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കാസർഗോഡ് ജില്ലയിൽ ഈ അടുത്ത കാലത്തായി കുറച്ച് വർഷങ്ങൾക്കും മുമ്പ് 7ഓളം കൊലപാതകങ്ങൾ നടന്നു. ഒരു കൊലപാതകത്തിൽ പോലും എല്ലാ തെളിവുകളും കൊടുത്താലും കൊലപാതകത്തിൽ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടാണ്. ഈ കേസിൽ പല പ്രാവശ്യം ഇത് മാറ്റിവെക്കപ്പെടുകയും അവസാനം ഇന്ന് വിധി പ്രസ്താവിക്കുന്നത് ആകെ 1-2 മിനിറ്റുകൾ കൊണ്ടാണ്. പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുമായാണ് ജഡ്ജി വന്നത്. അപ്പോൾ അത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു വിധിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ DNA ടെസ്റ്റ് നടത്തിയതിൽ വക്കീൽ പറഞ്ഞത് അങ്ങനെയാണ്. നടത്തിയതിൽ സാമ്പിളുകൾ രണ്ടും റിയാസ് മൗലവിയുടെ ബ്ലഡ് സാമ്പിളും ഒന്നാം പ്രതിയുടെ ബ്ലഡ് സാമ്പിളും ആ ഷർട്ടിൽ നിന്നും കണ്ടെടുത്തുകയും ചെയ്തു. ഇപ്പം വിധിയിൽ പറയുന്നത് അങ്ങനെയില്ല. പിന്നൊന്ന് നളിൻ കുമാർ കട്ടീലിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്ന പ്രതിയുടെ കുറ്റസമ്മതത്തിലുണ്ടായിരുന്നു. അത് ഇപ്പം ഇതിൽ പറയുന്നേ ഇല്ല. അതൊന്നും ഇതിൽ പറയുന്നില്ല. വിധി പ്രസ്താവനത്തിൽ അത് പറയുന്നില്ല. പിന്നെ ഇത് ഇപ്പോഴത്തെ പുതിയ കോടതിയുടെ നിലപാടുകൾ എല്ലാം അറിയുന്നതാണ്. നരേന്ദ്രമോദിക്കെതിരായ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് 25,000 രൂപ പിഴ. റിജിത്ത്, അതുതന്നെയാണ് എന്തായാലും ലീഗിന്റെ ജില്ലാധ്യക്ഷൻ പറയുന്നതും. ഈ വിധി പ്രസ്താവത്തിൽ മുൻപ് ഈ കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കിയ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യങ്ങളൊന്നും തന്നെ വിധി പ്രസ്താവത്തിൽ ഇല്ല എന്നാണ് ലീഗിന്റെ ജില്ലാധ്യക്ഷൻ പറയുന്നത്. വിധി പ്രസ്താവം എന്തായാലും പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചു, പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. റിജിത്ത്, ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ അതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ചയുണ്ടായി. ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചില്ല. അന്വേഷണം അലംഭാവത്തോടുകൂടിയാണ് നടന്നത്, ഏകപക്ഷീയമായിട്ടാണ് നടന്നത്. പ്രതികൾക്ക് RSS ബന്ധമുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം അടക്കം തെളിയിക്കുന്ന യാതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രൂക്ഷമായ വിമർശനവും കോടതി വിധിയിൽ ഉണ്ടാകുന്നു. അരുൺ പാറയ്ക്കൽ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ. 2020-22 സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതിയും പിഴയും പലിശയും അടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ്. നടപടിയിൽ ആശ്ചര്യമില്ലെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ് പറഞ്ഞു. If we don't receive notices, I get surprised. Receiving notices is no longer a shocking or surprising development. In fact, if a day passes without getting a notice, you begin to wonder what is happening. അതേസമയം സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 1 കോടി രൂപ മൂല്യമുള്ള 10,000 ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP ശരത് പവാർ വിഭാഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ വിഭാഗം ഉത്തർപ്രദേശിലെ 5 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കം എന്നുള്ള വിമർശനം ഈ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്നതാണ്. ഇന്നതൊരു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തു. കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പുതിയ വിവരങ്ങളും നിതിൻ അംബുജൻ.
റിജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് ലഭിക്കുന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകളുടെ എണ്ണം 10 ഇരിക്കുകയാണ്. 2020, 21, അതോടൊപ്പം 21, 22 എന്നീ വർഷങ്ങളിൽ നികുതിയും പലിശയും പിഴയും അടക്കം തുക അടക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ വൈകിട്ടും കോൺഗ്രസിന് 2 നോട്ടീസുകൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നോട്ടീസിലെ തുക എത്ര സംബന്ധിച്ച് എന്തായാലും കോൺഗ്രസ് അത് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. വരും ദിവസങ്ങളിൽ അത് അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി പുനർനിർണയത്തിന്റെ ഭാഗമായി 1823 കോടി രൂപ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ച് വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നതിലാണ് വീണ്ടും നോട്ടീസ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മറ്റന്നാൾ ഈ ഒരു നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP-യിൽ നിന്ന് പിഴഈടാക്കാത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കും സുപ്രീം കോടതിയിൽ നീങ്ങാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആലോചന. അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. നിയമ നടപടിക്കൊപ്പം തന്നെ രാഷ്ട്രീയമായും ഇത് നേരിടാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ PCC-കളുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് സ്ഥാനാർത്ഥികളാണ് നേതൃത്വം നൽകിയത്. എന്തായാലും അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള ഒരു നീക്കത്തെ അത് ലോക്സഭാ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അത്തരം ആലോചനകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഇന്നിപ്പോൾ NCP ശരത് പവാർ വിഭാഗം 5 സീറ്റുകൾ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാരാമതിയിൽ ശരത് പവാറിന്റെ മകളും സിറ്റിംഗ് MP-യുമായ സുപ്രിയ സൂലെ തന്നെ മത്സരിക്കും. പിന്നീട് ഷിരൂർ, അതോടൊപ്പം തന്നെ റായ്ഗഡ് അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 സീറ്റുകളിലേക്കാകും NCP മത്സരിക്കുക. ഇതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും NCP അറിയിച്ചിട്ടുണ്ട്. മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുമ്പോൾ 9 സീറ്റുകളിൽ NCP മത്സരിക്കും. അതോടൊപ്പം കോൺഗ്രസ് ആണെങ്കിൽ 17 സീറ്റുകളിലേക്കും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഉത്തർപ്രദേശ് സീറ്റിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക് ജനശക്തി രാംവിലാസ് പസ്വാന്റെ പാർട്ടി 5 സീറ്റുകൾ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ ഹാജിപൂർ മണ്ഡലത്തിലും മത്സരിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ പാർട്ടികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ 10ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. തോമസ് ഐസക്, V. മുരളീധരൻ, C. രവീന്ദ്രനാഥ്, MK രാഘവൻ, V. വസീഫ്, KS രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനിടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ KDISC സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്ന പരാതിയിലാണ് നടപടി. ഇനി ജാഗ്രതക്കുറവുണ്ടാകില്ലെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി. തന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു എന്ന ആരോപണവുമായി ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലത്തെ പണമൊഴുക്ക് തടയുന്നതിന് കേരള തമിഴ്നാട് അതിർത്തിയിൽ CRPF ശക്തമായ സുരക്ഷാ പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ഇന്ന് 20 പേരാണ് വിവിധ മണ്ഡലങ്ങളിലായി പത്രികാ സമർപ്പണം നടത്തിയത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിക്കുന്നു. ഐസക്കിനെതിരായ താക്കീത് അതൊക്കെ ഈ പ്രചാരണത്തിലും കാണാൻ കഴിയുന്നുണ്ടോ ശ്രീത്? തീർച്ചയായും നേരത്തെ TK റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ V. മുരളീധരൻ ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി, അദ്ദേഹം പത്രിക നൽകി. C. രവീന്ദ്രനാഥ്, MK രാഘവൻ, V. വസീഫ്, KS രാധാകൃഷ്ണൻ എന്നിവരാണ് പത്രിക സമർപ്പിച്ച മുന്നണികളിലെ പ്രമുഖർ. UDF സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ TK സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ പരാതികളും അതുപോലെ തന്നെ പരിഭവങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുൻപിൽ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഒരാഴ്ച മുൻപാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി വന്നത്. ഡോക്ടർ TM തോമസ് ഐസക്, പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി, അദ്ദേഹം കുടുംബശ്രീ യോഗത്തിൽ അനധികൃതമായി പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണിത്. അതുപോലെ തന്നെ അവിടെ വായ്പ വാഗ്ദാനം നൽകി KDISC-നെ ഉപയോഗിച്ച് തൊഴിൽ ദാനം നടത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് ഒരു പരാതിയായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ മുൻപാകെ എത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ഒരു വിശദീകരണം ഡോക്ടർ TM തോമസ് ഐസക്കിനോട് ചോദിച്ചിരുന്നു. ഈ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും ആ വിശദീകരണം തൃപ്തികരമല്ല, അതിൽ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തോമസ് ഐസക്കിന് താക്കീത് നൽകുന്നു. ഇനി ഒരു കാരണവശാലും സർക്കാർ സംവിധാനങ്ങളെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കരുതെന്ന കർശനമായ നിർദ്ദേശം ഇടത് സ്ഥാനാർത്ഥിക്ക് നൽകി. എന്നാലും ഇടത് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കാനൊന്നും പോയില്ല. താക്കീത് താൻ അംഗീകരിക്കുന്നു. ഈ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ആ യോഗം കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗമാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. പ്രവർത്തകർ വിളിച്ചനുസരിച്ചാണ് അങ്ങോട്ട് പോയത്. അവിടെ വോട്ട്
ചോദിച്ചു. അത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. എന്തായാലും പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും, അതിനുവേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകും. എന്തായാലും കുടുംബശ്രീ തൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായി അവരോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കും. അവരാണ് തനിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയതെന്ന് പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മാത്രമല്ല, ഇന്ന് വീണ്ടും മറ്റു പരാതികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഒരു പരാതി നൽകുന്നു. ആ പരാതിയിൽ ഏറ്റവും പ്രധാനമായും ബ്രോഷറിൽ പേരോ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ പേരോ ഒന്നും തന്നെ വെച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് പറയുന്നു. ഇത് കൂടാതെ സുരേഷ് ഗോപി മതചിഹ്നങ്ങൾ വ്യാപകമായി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിശദീകരണം ചോദിക്കുന്നു. ഇതുകൂടാതെ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി തന്നെ നശിപ്പിക്കുന്നുവെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെയാണ് മറ്റു പല പരാതികളും ഇപ്പോൾ തന്നെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരിഫിനെതിരെ നിരവധി പരാതികളുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടുവിൽ നിന്നുമൊക്കെ വലിയ തോതിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് രംഗം തന്നെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പൗരത്വ ഭേദഗതി നിയമത്തിൽ വാക്പോര് തുടർന്ന് മുന്നണികൾ. CAA പാസാക്കിയതോടെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ആശങ്കയോടെ നോക്കിക്കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട നേതൃത്വം തന്നെ അത് തകർക്കുകയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വർഗീയതയുമായി സമരസപ്പെടുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് ആരോപിച്ചു. ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. ആകെ ഫലം രാജ്യം അപകടത്തിലാകും. പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ ഇടപെടൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള LDF ശ്രമത്തെ 18 അടവും പയറ്റി പ്രതിരോധിക്കുകയാണ് UDF എന്ന് VD സതീശൻ പറഞ്ഞു. യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ പച്ചക്കള്ളമാണ്, നട്ടാ കുടിക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലെ UDF MLA-മാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ശശി തരൂരിന്റെ പ്രസംഗം, NK പ്രേമചന്ദ്രന്റെ പ്രസംഗം, ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. കേരളത്തിൽ പൗരത്വ വിഷയം ചൂണ്ടിക്കാട്ടി ബോധപൂർവം ആശങ്കയുണ്ടാക്കുകയാണ് എന്നാണ് BJPയുടെ വാദം. CAA രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ്. അത് കേരളത്തിലും ബാധകമാണ്. പക്ഷേ CAAയുടെ വിഷയങ്ങൾ കേരളത്തിൽ പ്രസക്തമല്ലാതാകുന്നത് കേരളത്തിൽ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്ന് പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചവരായിട്ട് ആരും ഇതുവരെ ഉള്ളതായിട്ട് അറിവില്ല. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ CAA തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി മാറുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം തുടരുന്നു. ഇന്ന് നേതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ജയശങ്കർ? അതായത് റീജിത്ത, തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ കൃത്യമായി CAA വെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഓരോ പ്രചരണ വേദികളിലും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാ പൊതുസമ്മേളനങ്ങളിലും കൃത്യമായി CAA വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും ഒപ്പം കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം പങ്കെടുത്ത 3 പൊതുയോഗങ്ങളിലും കൃത്യമായി CAAക്കെതിരെ LDF സ്വീകരിച്ചൊരു നയവും ഒപ്പം കോൺഗ്രസ് ഇതിനെ ഏത് തരത്തിലാണ് നേരിട്ടതെന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ മറുപടി പറഞ്ഞിരുന്നു. കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ വിഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നത്. CAA വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കൃത്യമായ നിലപാടുകൾ മുമ്പേ വ്യക്തമാക്കിയതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഈ ബിൽ പാസ്സാക്കുമ്പോൾ എതിർത്തില്ല എന്ന ആരോപണം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. BJP ഇരു മുന്നണികളും കോൺഗ്രസും ഒപ്പം ഇടതുപക്ഷവും CPM AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ റാഞ്ചിയ 9 കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കസ്റ്റഡിയിലെടുത്തു. കടൽക്കൊള്ളക്കാരുമായി നാവികസേനാ സംഘം ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റീജിത്ത്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഇറാനിയൻ കപ്പലായിട്ടുള്ള അൽ ക്യാമ്പറിനെ ഈ കടൽക്കൊള്ള സംഘം റാഞ്ചുന്നത്. തുടർന്ന് വിവരം നാവികസേനയ്ക്ക് ലഭിക്കുകയും നാവികസേനയുടെ INS സുമേധ, INS തൃശൂൽ എന്നീ 2 യുദ്ധക്കപ്പലുകളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായത്. അങ്ങനെ 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലായിരുന്നു ഈ 23 പാകിസ്ഥാൻ പൗരന്മാരെയും രക്ഷപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഇതിലുണ്ടായിരുന്ന 9 സൊമാലിയൻ കടൽക്കൊള്ളക്കാരെയാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള നാവികസേനയുടെ
സംഘം ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് തിരിച്ചതായിട്ടാണ് നാവികസേന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നാവികസേനയ്ക്കും ഇന്ത്യക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് ഈ 23 ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി ഇലക്ഷൻ സ്റ്റണ്ട് കാണാം. പ്രേക്ഷകർക്കൊപ്പം എസ് വിജയകുമാറും പ്രജിൻ സി കണ്ണനും എത്തും. നമസ്കാരം.